എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ അതിലേറെ ശ്രദ്ധയോടെ ദൈവവചനത്തിന് മുൻപിൽ നമ്മളായിരിക്കുകയാണ്. തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, കടഭാരങ്ങളിൽ നിന്ന്, കുരുങ്ങിക്കെടുക്കുന്ന കടക്കെണികളിൽ നിന്ന് നമുക്കൊരു വിമോചനമുണ്ടാകുവാൻ, സാമ്പത്തിക തകർച്ചകളിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങുവാൻ നമുക്കാവശ്യമായ ആലോചനകളാണ് ദൈവത്തിൻ്റെ റൂഹ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകുന്നത്. ഈ കാലഘട്ടത്തിന് വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തികമായ തകർച്ചകൾ, വിട്ടുമാറാത്ത കടബാധ്യതകളും കടക്കെണികളും, ഫിനാൻഷ്യൽ ക്രൈസിസ്. ആയിരങ്ങളല്ല, ഇന്ന് പതിനായിരക്കണക്കിന് കുടുംബങ്ങളും അതിലേറെ ജീവിതങ്ങളും കുരുങ്ങിക്കിടക്കുന്ന ഒരു വല പോലെ പുറത്തു വരാൻ കഴിയാത്ത വിധം ജീവിതം തകർന്ന് തരിപ്പണമായി കടക്കെണികളിൽ കുരുങ്ങിപ്പോയ ഒത്തിരിയേറെ കുടുംബങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. ഈ ശുശ്രൂഷയിൽ ഇത്തരത്തിലുള്ള അനേകം കുടുംബങ്ങൾ പങ്കെടുത്ത് കണ്ണുനീരോടെ കർത്താവിൽ നിന്ന് ഒരു സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകം വ്യക്തികളും പല കുടുംബങ്ങളുടെ അവസ്ഥ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. മുന്നോട്ടു പോകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി ആത്മഹത്യ തന്നെ വഴി. ഈ അടുത്ത ദിനങ്ങളിൽ പലരും എന്നോട് പങ്കുവെച്ചു, എന്തിനാ ജീവിക്കുന്നത്? ജനിച്ചു പോയില്ലേ, ഇനി ജീവിച്ചേ മതിയാകൂ. ജീവിതത്തിന് അർത്ഥം മനസ്സിലാക്കാതെ ഒരു യാന്ത്രികമായി അനേകരുടെ മുൻപിൽ ഒരു നിന്ന പാത്രമായി, പരിഹാസക്കോലമായി ജീവിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 27-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുന്നു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ ആ ജയിൽ വാർഡനാണ്. കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, താൻ വധിക്കപ്പെടും. തന്റെ മുൻപിൽ സകല വഴികളും അടഞ്ഞുപോയി. ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരു മനുഷ്യൻ, തന്റെ അധികാരികൾ തന്നെ വധിക്കുന്നതിനേക്കാൾ മുൻപ് സ്വയം മരിച്ചു കളയാം. പ്രതീക്ഷ നഷ്ടപ്പെട്ട, എല്ലാം തകർന്നു പോയ ഒരു മനുഷ്യൻ ആത്മഹത്യക്കായി ഒരുങ്ങുന്ന ചിത്രമാണ് പരിശുദ്ധ വചനത്തിൽ ആത്മാവ് കാണിച്ചു തരുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇത് ആ ജയിൽ വാർഡൻ, കാരാഗൃഹ പ്രമാണിയുടെ മാത്രം അനുഭവമല്ല. ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങൾ ഈ കൊടിയ പ്രതിസന്ധിയിലാണ്. ഒരുപാട് ജീവിതങ്ങൾ നിരാശപ്പെട്ട്, പ്രത്യാശയില്ലാതെ വിഷാദിച്ച് അനേകർ ചിന്തിക്കുന്നു, മരിച്ചാലോ? ആത്മഹത്യ ചെയ്യാൻ ഭയമാണ്. എങ്ങനെയെങ്കിലും ഒന്നും മരിച്ചു പോയിരുന്നുവെങ്കിൽ ഇന്ന് ആശിക്കുന്ന ഒത്തിരി മക്കള് നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കായി പരിശുദ്ധാത്മാവ് തരുന്ന ഈ പ്രവചന ദൂത് നിങ്ങൾ തള്ളിക്കളയരുതേ. ജെറമിയ പ്രവചനം 31-ാം അധ്യായം 16-ാം വചനത്തിൽ നമ്മെ നോക്കി ആത്മാവ് പറയുകയാണ്, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. നാട്ടുകാര് പറയുന്നു, വീട്ടുകാര് പറയുന്നു, സ്വന്തക്കാരും ബന്ധുക്കളും ഉറ്റവരും ഉടയവരൊക്കെ പറയുന്നു, എല്ലാം തകർന്നു പോയി. ഇനി നീ എന്തു ചെയ്യും? നീ എങ്ങനെ മുന്നോട്ട് പോകും? നിന്റെ കുടുംബം ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നിലനിൽക്കുക? പലരും കുത്തുവാക്കുകൾ പറയുന്നു, പലരും മുഖം തിരിച്ചു കളയുന്നു, പലർക്കും പഴയതുപോലെ സ്നേഹമില്ല. എന്റെ സഹോദരങ്ങളെ, മാനുഷികമായി ചിന്തിച്ചാൽ
പ്രത്യാശയ്ക്ക് ഒരു വകയും നമുക്കില്ല. എന്നാൽ പരിശുദ്ധ വചനത്തിലൂടെ ദൈവത്തിന്റെ റൂഹ എന്നോടും നിന്നോടും സംസാരിക്കുകയാണ്. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. നിനക്ക് ശുഭകരമായ ഒരു ഭാവി കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നിന്റെ കുടുംബത്തിന് രക്ഷയ്ക്കുള്ള, നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു നല്ല ഭാവി കർത്താവിന്റെ കരങ്ങളിലുണ്ട്, അവിടുത്തെ മനസ്സിലുണ്ട്. സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഈ വചനം തന്ന് എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 18-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണമേ. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സഹോദരങ്ങളെ, കഷ്ടതയുടെ കാലത്ത് നമ്മൾ ഒരുപാട് സ്നേഹിച്ച പ്രിയപ്പെട്ടവര് പോലും ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ അവർക്കൊരു ബാധ്യതയാകുമോ? നമ്മൾ അവർക്കൊരു ബാധ്യതയായി മാറിയാലോ? അതുകൊണ്ട് പലരും ഭയപ്പെട്ട് സഹായിക്കേണ്ടി വന്നാലോ, ഇനി ആ നഷ്ടങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നാലോ, ഈ ഒരു മാനുഷികമായ ഭയത്തിൽ അനേകരെ മാറിപ്പോവുകയാണ്. എന്നാൽ പരിശുദ്ധ വചനം പറയുന്നു, നിന്റെ കഷ്ടതയുടെ കാലത്ത്, നിന്റെ കണ്ണുനീരിന്റെ സമയത്ത് നിന്നോട് കാരുണ്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നമ്മുടെ കണ്ണീര് തുടച്ച് നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന കർത്താവിന്റെ മനസ്സ് നമുക്ക് കാണാൻ പറ്റണം. സഹോദരങ്ങളെ, പ്രത്യാശയുടെ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയാണ്, ഇന്ന് അനേകരുടെ അവസ്ഥ ഒരു ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ ആണ്. ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഒരു മനുഷ്യനും സഹായിക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയ, കുരുങ്ങിപ്പോയ പല ജീവിതങ്ങളുണ്ട്. പല വ്യക്തികളിലും സഹായം വന്നാൽ പലർക്കും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. സഹായിക്കാൻ ഉള്ളവര് പോലും മടിക്കുന്നു, മുഖം തിരിച്ചു കളയുന്നു. ഇങ്ങനെ ഹെൽപ്ലെസ് ആയ, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഒത്തിരി മക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. രണ്ടാമത് ഹോപ്പ്ലെസ് ആയൊരവസ്ഥയാണ്. പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല. 3-4 പ്രാവശ്യം ബാങ്ക് ജപ്തി നോട്ടീസ് അഴിച്ചു കഴിഞ്ഞു. ഇനി ജപ്തി നടക്കാൻ പോവാണ്. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയും കാണുന്നില്ല. വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. പണം ബ്ലേഡ് പലിശയ്ക്ക് എടുത്തതാണ്. ബ്ലേഡുകാർ വന്ന് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നു. കുടുംബത്തെ തകർക്കുമെന്ന് അവര് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. പലപ്പോഴും കൊള്ള പലിശയ്ക്ക് പൈസ എടുത്തതാണ്. തിരിച്ച് ഒത്തിരി പൈസ അടച്ചു. പക്ഷേ ഇന്ന് മുതലിനേക്കാളും പലിശ കൂടി വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം വളരെ നിർദ്ധയമായൊരവസ്ഥയിലാണ്. ഹോപ്പ്ലെസ് ആയ, പ്രതീക്ഷിക്കൊരു സാധ്യതയുമില്ലാത്തൊരവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, ഈ അവസ്ഥയിലാണ് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കർത്താവിന് ശക്തമായ കരങ്ങൾ നിന്റെ മേൽ വെളിപ്പെടുന്നത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സഹായം ദൈവത്തിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും പരിശുദ്ധാത്മാവാണ്. കർത്താവിന്റെ പരിശുദ്ധമായ വചനമാണ്. സഹോദരങ്ങൾ, നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? കർത്താവിന്റെ സത്യവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ശ്രദ്ധാപൂർവം വചനം വായിക്കാം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയില്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. 10,000ങ്ങളോട് പരിശുദ്ധാത്മാ പറയാ, നിന്റെ ഈ സാഹചര്യത്തിൽ നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ കരം പിടിച്ച് നയിക്കും. ഞാൻ ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കില്ല. ഞാൻ നിന്നെ പരിത്യജിക്കില്ല. നീ നിരാശപ്പെടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല.
കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. സാമ്പത്തികമായ തകർച്ചകളിൽ നിന്ന് നമുക്ക് വിമോചനം ഉണ്ടാകുവാൻ, നമുക്കൊരു ഡെലിവറൻസ് ഉണ്ടാകുവാൻ, ഒപ്പം സാമ്പത്തിക മേഖലകളിൽ ആത്മാവിന്റെ അഭിഷേകം ഒഴുകപ്പെടുവാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് നമ്മൾ ഒരു വിമോചനം നേടുവാനും സാമ്പത്തിക മേഖലകളിലേക്ക്, ഫിനാൻഷ്യൽ ക്രൈസിസുകളിലേക്ക് അഭിഷേകം ഇറങ്ങുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവ് നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം. അനേകർക്ക് നിങ്ങൾ ഈ സന്ദേശം അയച്ചു കൊടുക്കണം. അനേകരുടെ ഈ പ്രത്യാശയുടെ വചനങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നിങ്ങൾ അയക്കണം. യൂട്യൂബിലെ കമന്റ് ബോക്സിൽ സാമ്പത്തിക മേഖലകളിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളത് കമന്റ് ചെയ്യുക. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങൾ, ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് കർത്താവായ യേശുവിലും അവിടുത്തെ പാപപരിഹാര ബലിയിലും പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക. വിശ്വാസത്തിന് വലിയ പവറുണ്ട് സഹോദരൻ. വിശ്വാസത്തിന് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പറ്റും. വിശ്വാസത്തിന് അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ തുറക്കുവാൻ കഴിയും. വിശ്വാസത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. വിശ്വാസത്തിന് പ്രതിബന്ധങ്ങളെ തകർക്കുവാനും നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ പരിഹരിക്കാനും കഴിയും. കർത്താവായ യേശുവിലും യേശുവിന്റെ വചനങ്ങളിലും മനുഷ്യവർഗം മുഴുവന്റെയും സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അർപ്പിച്ച പാപപരിഹാര ബലിയിലും എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക. ശ്രദ്ധിച്ചു കേട്ടെ, പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുക. എബ്രായ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. നാം ഏറ്റുപറയുന്ന വിശ്വാസം കർത്താവായ യേശുവിലും ഈശോയുടെ വചനത്തിലും ഈശോയുടെ പാപപരിഹാര ബലിയിലും കർത്താവിന്റെ സഭയുടെ സത്യപ്രബോധനങ്ങളിലും സംശയം കൂടാതെ, ചഞ്ചലിപ്പില്ലാതെ പൂർണ്ണമായും നാം വിശ്വസിക്കുക. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് വിമോചനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഡെലിവറൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖലകളിലേക്ക് അഭിഷേകം ഇറങ്ങുവാൻ നമ്മൾ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനമായതൊന്നാണ് പൂർണ്ണമായും വിശ്വസിക്കുക. കർത്താവിന്റെ പാപപരിഹാര ബലിയിൽ നമ്മുടെ സകല തകർച്ചകൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമുണ്ട്. സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, സോഷ്യലി, ഫിനാൻഷ്യലി, ആത്മീയവും മാനസികവും വൈകാരികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ സകല പ്രതിസന്ധികൾക്കുള്ള ഉത്തരം കർത്താവായ യേശുവിന്റെ പാപപരിഹാര ബലിയിലുണ്ട്. യെസ്, അത് വിശ്വസിക്കണം നമ്മൾ. ഈ പാപപരിഹാര ബലിയിലൂടെ നമുക്ക് ലഭ്യമായ അനന്തമായ കൃപകൾ വിശ്വാസത്തിലൂടെ നമ്മൾ പ്രാപിക്കണം. ഇത് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ്. എബ്രായ പുസ്തകം 10-ാം അധ്യായം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. കർത്താവിന്റെ പാപപരിഹാര ബലിയിൽ നമുക്ക് പൂർണ്ണതയുണ്ട്, നമുക്ക് വിമോചനമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ആത്മാവിന്റെ അഭിഷേകമുണ്ട്, നമുക്ക് വരദാനങ്ങളുടെ സമ്പന്നതയുണ്ട്, നമുക്ക് നിത്യമായ രക്ഷയുണ്ട്. കർത്താവിന്റെ പാപപരിഹാര ബലിയിൽ
നമുക്ക് വേണ്ട സകല പൂർണ്ണതകളുമുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഒരു ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ തിരുബലിയുടെ അനന്ത യോഗ്യതകളാലും അനന്ത ശക്തിയാലും ഞങ്ങളുടെ ജീവിതങ്ങളിലുള്ള സാമ്പത്തിക തകർച്ചകളുടെ കെട്ടുപാടുകൾ അഴിഞ്ഞു മാറി പോകട്ടെ. റിലീസ്. Mighty power, mighty anointing, anointing. കുടുംബങ്ങളിലേക്ക് അഭിഷേകം, ജീവിതങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. മുഖങ്ങൾ ഒടിക്കുന്ന അഭിഷേകം, തെറ്റുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അഭിഷേകം പതിനായിരങ്ങളിൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം, വിശ്വാസം. എബ്രായ പുസ്തകം 4:2 വചനം പഠിപ്പിക്കുകയാണ്, അവർക്ക് എന്നതുപോലെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ ഒരു പ്രയോജനവുമില്ല. കർത്താവായ യേശുവിലും യേശുവിന്റെ പാപപരിഹാര ബലിയിലും കർത്താവിന്റെ സത്യവചനത്തിലും തിരുസഭയുടെ സത്യപ്രബോധനങ്ങളിലും സംശയം കൂടാതെ, ചഞ്ചലിപ്പില്ലാതെ പൂർണ്ണമായി വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. നിനക്ക് വേണ്ടി ആത്മാവ് പുതുവഴികൾ തുറക്കും. നിന്റെ സാമ്പത്തിക തകർച്ചകളിൽ ആത്മാവിന്റെ അഭിഷേകം പരിവർത്തിക്കാൻ തുടങ്ങും. അഭിഷേകം ചലിക്കാൻ തുടങ്ങും. ഓ, എവിടെയെല്ലാം അഭിഷേകം വ്യാപരിക്കുന്നുവോ അവിടെ തുറവികളുണ്ട്, അവിടെ ഡെലിവറൻസുകളുണ്ട്, അവിടെ ഉയർച്ചകളുണ്ട്. സ്തുതിക്കുന്നു കർത്താവേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. എന്തുകൊണ്ടാണ് ഈ വിമോചനം പ്രാപിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അനുഭവിക്കാൻ കഴിയാത്തത്? അവതിന് ഉച്ചത്തിൽ വായിച്ച്, അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അവിശ്വാസ നിമിത്തം കർത്താവിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. അവിശ്വാസം അഭിഷേകത്തെ ബ്ലോക്ക് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, വിശ്വാസത്തിന് ശക്തിയുണ്ട്. അവിശ്വാസം മാറ്റണം, വിശ്വസിക്കണം. മാർക്കോസിന് സുവിശേഷം 9:23 വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. സാമ്പത്തിക വിമോചനമുണ്ട്, സാമ്പത്തികമായ തുറവികളുണ്ട്, സാമ്പത്തിക തകർച്ചയിൽ നിന്ന് അവർക്ക് ഉന്നതിയുണ്ട്. ആർക്കാണ്? വിശ്വസിക്കുന്നവർക്ക്. വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരു പ്രധാന തലമാണ് സഹോദരങ്ങളെ, സാമ്പത്തിക തകർച്ചകളിൽ നിന്നൊരു വിമോചനം. സാമ്പത്തിക മേഖലകളിൽ അഭിഷേകം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാവ് രണ്ടാമതായി നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കണമേ, പരിപൂർണമായ അനുതാപമാണ്, റിപ്പന്റൻസ്. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തിന് വലിയ ശക്തിയുണ്ട്. പരിപൂർണമായ അനുതാപം ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെയും നാശത്തിന്റെയും കാരണം, പല ജീവിതങ്ങളും പല കെണികളിൽ പെട്ട് പുറത്തു വരാൻ കഴിയാത്ത വിധം ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം അനുതാപമില്ലായ്മയാണ്. അനുതാപം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, ഹൃദയ കാഠിന്യം ബാധിച്ച ഒത്തിരിയേറെ കുടുംബങ്ങൾ, അത് നമ്മളെ നാശത്തിലെത്തിക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിച്ചേ. അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അനുതപിക്കാത്ത വ്യക്തികൾക്ക് നാശമാണ്, അനുതപിക്കാത്ത കുടുംബങ്ങൾക്ക് നാശമാണ്, തകർച്ചയാണ്. അനുതാപമില്ലാത്ത തലമുറകൾ നശിച്ചു പോകുമെന്ന് കർത്താവിന്റെ സത്യവചനമാണിത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ വചനം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സാമ്പത്തിക തകർച്ചകളിൽ നമുക്കൊരു വിമോചനം വേണോ? സാമ്പത്തിക മേഖലകളിൽ ദൈവാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണോ? സഹോദരങ്ങളെ, പൂർണ്ണമായി അനുതപിക്കണം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് ഇന്നലെ നമ്മൾ കണ്ടു സാമ്പത്തിക തകർച്ചകളുടെ ചില ആത്മീയ കാരണങ്ങൾ, നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ സംഭവങ്ങൾ ഇതൊക്കെ.
നമ്മൾ ഇതിനോർത്ത് റിപ്പന്റ് ചെയ്യണം, അനുതപിക്കണം. അറിഞ്ഞും അറിയാതെയും ദൈവവചനത്തോട് കാണിച്ച ലംഘനങ്ങള്, ദൈവപ്രമാണങ്ങളോട് കാണിച്ച അനുസരണക്കേടുകള്, ദൈവനിന്ദകള്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ കർത്താവിനോട് കാണിച്ച നിന്ന അപമാനങ്ങള്, ഇതിനെ ഓർത്ത് നമ്മൾ അനുതപിക്കണം. ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സമ്പത്ത് നേടുവാനും സമ്പത്ത് സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചത്, ആ ചിന്ത പോലും അതുപോലെ അപകടമാണ്. എന്റെ സഹോദരങ്ങളെ, അനുതപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:38 കർത്താവിന്റെ വചനം പറയുന്നു, പത്രോസ് പറഞ്ഞു, നിങ്ങൾ അനുതപിക്കുവിൻ. റിപ്പന്റ്, റിപ്പന്റ്. നിങ്ങൾ അനുതപിക്കുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും, നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കും. സാമ്പത്തിക മേഖലകളിൽ അഭിഷേകം ഇറങ്ങണോ? സാമ്പത്തികമായ മണ്ഡലങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണോ? പരിശുദ്ധ വചനം പറയുന്നു, അനുതപിക്കുക, നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കും. നിങ്ങൾ പശ്ചാത്തപിക്കുക, പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്ന് തിരുവചനമാണ് പഠിപ്പിക്കുന്നത്. ഇത് കർത്താവിന്റെ വചനമാണ്. അപ്പം പൂർണ്ണമായി നമ്മൾ ഈ സമയങ്ങളിൽ, ദിവനങ്ങളിൽ അനുതപിക്കണം. നമ്മൾ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 17:30 പരിശുദ്ധ വചനം പറയുന്നു, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും അനുതപിക്കണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, കർത്താവിൽ നിന്നൊരു ഡെലിവറൻസ് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ അഭിഷേകം ഇറങ്ങുവാൻ, സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, കടഭാരങ്ങളിൽ നിന്ന്, കടക്കെണികളുടെ കുരുക്കുകളിൽ നിന്ന് ഒരു വിമോചനം ഉണ്ടാകുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മ പറയാ, നീ അനുതപിക്കണം. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത്, കർത്താവിനോട് കാണിച്ച നിന്ന അപമാനങ്ങളെ ഓർത്ത്, വചനത്തോട് കാണിച്ച അനുസരണക്കേടുകളെ ഓർത്ത്, ദൈവ കൽപ്പനകളോട് കാണിച്ച ലംഘനങ്ങളെ ഓർത്ത്, കുടുംബത്തിൽ സംഭവിച്ചു പോയ മാലിന്യങ്ങള്, അശുദ്ധികൾ, അവിശ്വസ്തതകളെ ഓർത്ത് അനുതപിക്കുക, അനുതപിക്കുക. കൃപ കർത്താവ് തരും, അഭിഷേകം ആത്മാവ് തരും. ഇല്ലെങ്കിൽ എന്തു പറ്റും? വെളിപാട് പുസ്തകം 9:21 പറയാണ്. വെളിപാട് 9:21 തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. അവർ അനുതപിച്ചില്ല. എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പല അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. ഈ ചില വ്യക്തികള് അവർ ഹൃദയം നുറുകി അനുതാപ ഹൃദയത്തോടെ കർത്താവിന് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു നല്ല പൂർണ്ണ കുംഭസാരം നടത്തി ഒരു പ്രസാദവരത്തിലായിരുന്നു പാപമോചനം സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ പല തകർച്ചകളും, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മേഖലകളിലുള്ള പല ക്രൈസിസുകള്, സാമ്പത്തികമായ പരാധീനതകള്, കടഭാരങ്ങള്, കടക്കെണിയുടെ ആ ബന്ധനക്കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറി അവരൊരു പുതു സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വന്ന് പല ജീവിതങ്ങളും കുടുംബങ്ങളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. പ്രിയപ്പെട്ടവർ, അവർ ഈ സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നത് ഉചിതമല്ലാത്തത് കൊണ്ടാണ്. കാരണം വചനത്തിലൂടെ നമ്മൾ പോവുകയാണ്. വചനം വിശ്വസിക്കണം. നമ്മൾ അനുഭവങ്ങളെക്കാൾ വിശ്വസിക്കേണ്ടത് കർത്താവിന്റെ സത്യവചനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, വിശ്വസിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. എത്ര കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു പോയ, എല്ലാം തകർന്നു പോയ, തരിപ്പണമായി നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു, ഇനി ഇവൻ രക്ഷപ്പെടില്ല, ഈ കുടുംബത്തിന് രക്ഷയില്ല എന്ന് തള്ളിക്കളഞ്ഞ കുടുംബങ്ങളാ ഇന്ന് കൃപയുടെ നിറവിൽ നിൽക്കുന്നത്, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നത്. ലക്ഷങ്ങളും കോടികളും കടബാധ്യത ഉണ്ടായിരുന്നതാ. പക്ഷെ കർത്താവിന്റെ കരം വെളിപ്പെട്ട് അഭിഷേകം ഇറങ്ങി, അഭിഷേകം പ്രവർത്തിച്ച് 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 ആ കടഭാരങ്ങളിൽ നിന്നെല്ലാം ഒരു വിമോചനം കിട്ടി. അവര് സാമ്പത്തികമായ കൃപയിലേക്ക് ഉയർത്തപ്പെട്ട ഒത്തിരി കുടുംബങ്ങള് നമ്മുടെ ഇടയിലുണ്ട് സഹോദരങ്ങളെ. വെച്ച് കിട്ടി പറയുന്ന കള്ളങ്ങളല്ല ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാ. ആത്മാവ് തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച അനുഭവങ്ങളാ പറയുന്നത്. അനുദപിക്കാൻ നീ തയ്യാറാണോ? അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. ലുക്കായുടെ സുവിശേഷം 15:7 നമ്മുടെ കർത്താവ് പറഞ്ഞു, അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച്
സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിൽ കൂടുതൽ 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 സന്തോഷം ഉണ്ടാകും. ആമേൻ. ആമേൻ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. സാമ്പത്തിക മേഖലകളിൽ വിമോചനവും സാമ്പത്തിക തകർച്ചകളിൽ അഭിഷേകവും വ്യാപരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, ഇത് നമ്മളിത് അനുസരിക്കണം സഹോദരങ്ങളെ. ഇത് കർത്താവിന്റെ മനസ്സാണ്, പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. നിരുപാധികം എല്ലാവരോടും നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാണ്. ഉപാധി കൂടാതെ നിരുപാധികം എല്ലാവരോടും ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് വസ്തുവകളുടെ പേരിൽ, ഭൂമിയുടെ പേരിൽ, പണമിടപാടുകളുടെ പേരിൽ, സ്വത്തിന്റെ പേരിൽ, സ്ഥലത്തിന്റെ പേരിൽ എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയിരിക്കുന്നത്. എത്ര കോടതികളാണ്, കേസുകൾ. ആരാ കേസ് നടത്തുന്നത്? സ്വന്തം സഹോദരങ്ങൾ തമ്മിലാണ് ഈ കേസ്. എന്തിന്റെ പേരില്? ഭൂമിയുടെ പേരില്, സ്ഥലത്തിന്റെ പേരില്, വസ്തുവകളുടെ പേരില്. ഇന്ന് ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങൾ ഈ സഹോദര സഹോദരി ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നു. എനിക്ക് വേണ്ട അവകാശം കിട്ടിയില്ല, എനിക്ക് തുല്യ അവകാശം വേണം, ഞാനും അധ്വാനിച്ചതാണ്, ഞാനും കഷ്ടപ്പെട്ടതാണ്, ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞു. ഈ ഒരു വെറുപ്പിലും വൈരാഗ്യത്തിലും അനേകർ കേസ് കൊടുക്കുകയാണ്. സ്വന്തം സഹോദരങ്ങൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, മാതാപിതാക്കൾക്കെതിരെ. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ബിസിനസ്സിൽ നമ്മളെ ചതിച്ചവരുണ്ട്, നമ്മളെ മനഃപൂർവ്വം ബോധപൂർവ്വം ചതിച്ചവര്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചതിയാന്ന് മനസ്സിലായി. അപ്പോഴേക്കും ബിസിനസ് അവന്റെ കയ്യിലായി, ബിസിനസ് പൊളിഞ്ഞു പോയി. ജോലി നമ്മളെ ചതിച്ചവര്, നമ്മളെ വഞ്ചിച്ചവര്, പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർത്തവര്, നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചവര്, നമ്മുടെ സ്വത്തുക്കൾ അപഹരിച്ചവര്, വളരെ വളരെ തന്ത്രപൂർവം കാപട്യത്തോടെ സ്നേഹം അഭിനയിച്ച് പണം സ്വന്തമാക്കിയവര്, സ്വത്തുക്കൾ അടിച്ചു മാറ്റിയവര്, ഇവരോടൊക്കെ നമുക്ക് പലപ്പോഴും ഉള്ളിലൊരു വെറുപ്പുണ്ട്. കൊള്ളപ്പലിശ, അവര് പലിശയ്ക്ക് വേണ്ടി വന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അവരോട് നമ്മുടെ ഉള്ളിലൊരു ഒരു വെറുപ്പ് വരുന്നുണ്ട്. മുതലിനേക്കാൾ കൂടുതൽ പലിശ അടച്ചു, എന്നിട്ടും ഒരു കുറവും തരാതെ നിരന്തരം വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് അവരുടെ ഉള്ളിൽ ഒരു നീരസവും മാത്സര്യം തോന്നുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത് ഈ ഒരു ബന്ധനമാണ്. നിരുപാധികം ക്ഷമിച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, സഹോദരൻ എങ്ങനെയാ ഞങ്ങൾ ക്ഷമിക്കുക? ഞങ്ങൾ അതുപോലെ ചതിച്ചവരാണ് അവര്. ബോധപൂർവ്വം ഞങ്ങളെ വഞ്ചിച്ചു, ഞങ്ങളെ പെരുവഴിയിലാക്കി, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മക്കൾക്ക് ഇനി എന്താ ഉള്ളത്? കുടുംബമാകെ താറുമാറായി. അവനാണ്, അവളാണ്, അല്ലെങ്കിൽ ഇവരാണ് ഈ തകർച്ചയുടെ കാരണം. അവര് ചതിച്ചു, അവര് സ്നേഹം നടിച്ച് എല്ലാം കൈക്കലാക്കി. എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സഹോദരങ്ങളെ, എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കർത്താവിന്റെ കുരിശിലേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ കർത്താവിന്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുക. പരിശുദ്ധ വചനം പറയുന്നു. എന്താ വചനം പഠിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. സാമുവേലിന്റെ 1-ാം പുസ്തകം 15:23 കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. മത്സരി മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. മത്സരി മന്ത്രവാദം പോലെ പാപമാണ്. പിടിവാശികള്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ്, നീരസം, പക, ഇതെല്ലാം വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. മന്ത്രവാദത്തിലും വിഗ്രഹാരാധനയിലും ആയിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവകൃപ കടന്നു വരില്ല സഹോദരങ്ങളെ. അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവിടെ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുകയില്ല. വെറുപ്പും വൈരാഗ്യവും മാത്സര്യവും പിടിവാശിയും നീരസവും കർത്താവിനെ പ്രവർത്തിക്കുവാൻ തടസ്സമാണ്. അതുകൊണ്ടാണ് ഹെബ്രായ പുസ്തകം 12:15
പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ദൈവകൃപ ആർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ. സഹോദരങ്ങളെ, അടുത്ത ദിവസം നെന്മാറ നമ്മൾ കണ്ടു. ഈ വിദ്വേഷത്തിന്റെ പേരാണ് തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവും മൂലം തന്റെ തൊട്ടടുത്ത അയൽവാസികളെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ വെറുപ്പും പകയും നീരസവും അതിങ്ങനെ വേര് പോലെ വളർന്ന് അനേകരെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ തകർക്കുന്നു. ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നു. നോ ഗ്രേസ്, നോ അനോയിന്റിങ്, നോ ബ്ലെസ്സിങ്. അതിന് പറയുന്ന പേരാണ് ശാപം, കേഴ്സ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോ ക്ഷമിക്കുവാനും നിരുപാധികം സ്നേഹിക്കുവാനും തയ്യാറാകാതെ നമ്മൾ ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ആരാധനയിൽ പങ്കെടുത്തത് കൊണ്ടോ വചനം കേട്ടത് കൊണ്ടോ മാത്രം കാര്യമായില്ല. പരിശുദ്ധാത്മ തരുന്ന ഈ ആലോചന അനുസരിക്കണം. കർത്താവിന്റെ ഈ വ്യവസ്ഥയെ നമ്മൾ മാനിക്കണം. പൗലോസ് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. നമുക്ക് ശ്രദ്ധിച്ചു വായിക്കാം. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. സഹോദരന്മാർ തമ്മിൽ വ്യവഹാരങ്ങള്, പ്രശ്നങ്ങള്, കലഹങ്ങള്, അസ്വസ്ഥകൾ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ പരാജയമാണ്. ഇന്ന് മറ്റേത് സമുദായത്തെക്കാളും ക്രൈസ്തവ സമുദായത്തിലും നമ്മുടെ സഭയിലുമാണ് ഈ കലഹങ്ങളും അസ്വസ്ഥതകളും മാത്സര്യവും വെറുപ്പും വിഭാഗീയതയും അനൈക്യവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ. പൗലോസ് സഭയോട് ചോദിക്കുക, എന്തുകൊണ്ട് സഹോദരന്റെ ദ്രോഹം ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് സഹോദരങ്ങളുടെ വഞ്ചന സഹിച്ചുകൂടാ? സഹോദരങ്ങളെ, നിരുപാധികം ക്ഷമിക്കുക. അവിടെ ചില തുറവികൾ ഉണ്ടാകും. നിരുപാധികം ക്ഷമിക്കുക. നമ്മുടെ മേലുള്ള കെട്ടുപാടുകൾ പൊട്ടിപ്പോകും. നമ്മുടെ മുൻപിൽ ചില വഴികൾ ആത്മാവ് തുറന്നു തരും. അഭിഷേകത്തിന്റെ തീ നമ്മിൽ കത്തുവാൻ തുടങ്ങും. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ടുപാടിന്റെ കുരുക്കുകള് അഴിഞ്ഞു മാറിപ്പോകും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച യേശുവേ, ഈശോയെ, ഈശോയെ, ഈശോയെ. സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, എത്രയോ ജീവിതങ്ങളിൽ ഇത് അഭിഷേകമായി മാറിയിട്ടുണ്ട്. എനിക്കറിയാം, 7 കോടി കടബാധ്യതയുള്ളൊരു മനുഷ്യൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് വേദനയുണ്ടെങ്കിലും കടുത്ത നിരാശയൊന്നുമില്ല. അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് ദൈവം ഇടപെടുന്നു. തന്റെ ഒരു ഉറ്റ സുഹൃത്ത് ബിസിനസ്സിൽ ചതിച്ചതാണ്. നല്ല സമ്പത്തുണ്ടായിരുന്ന മനുഷ്യനാ. പക്ഷെ സുഹൃത്തിനെ അങ്ങ് അമിതമായി വിശ്വസിച്ചു. ഇവൻ ചതിക്കില്ലെന്ന് വിശ്വസിച്ചു. പലരും പറഞ്ഞു സൂക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞേ, അവൻ ചതിക്കില്ല, അവൻ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ആ മനുഷ്യൻ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് പറ്റിയില്ല. അവസാനം 7 കോടി രൂപയുടെ കടബാധ്യത വന്നു. അദ്ദേഹം ആകെ തകർന്നു പോയി. ഉള്ളിൽ ഭയങ്കരമായ വെറുപ്പ്, പ്രതികാര ചിന്ത, അവനെ നശിപ്പിക്കണം, അവനെ തകർക്കണം എന്നുള്ള ആ വെറുപ്പിന്റെ ചിന്തകൾ ഇതൊക്കെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, കർത്താവിന്റെ ജീവനുള്ള വചനം അദ്ദേഹത്തിന്റെ ചങ്കിലേക്ക് തുളച്ചു കയറി. വചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ വചന ശുശ്രൂഷയുടെ സമയത്ത് കണ്ണുനീരോടുകൂടി പറഞ്ഞ, കർത്താവേ, എന്നെ കൊണ്ടത് അസാധ്യമാണ്, പക്ഷെ അങ്ങേക്കത് സാധ്യമാണ്. കൃപ തരണമേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട അദ്ദേഹം ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ആ കൺവെൻഷൻ ഗ്രൗണ്ട് വിട്ടുപോകുമ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തു, ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. എന്റെ കർത്താവിനെ പ്രതി, എന്റെ കുടുംബത്തെ പ്രതി, എന്റെ തലമുറകളെ പ്രതി ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. എന്റെ സഹോദരൻ, അതിനുശേഷം പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അഭിഷേകം അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിക്കാത്ത ചില മേഖലകളിൽ നിന്ന് ദൈവം ചില വഴികൾ തുറന്നു കൊടുത്തു. കടബാധ്യതകൾ കുറെയൊക്കെ വീടി
എങ്കിലും ഒരു 2-2.5 കോടി രൂപയുടെ കടബാധ്യത ഇപ്പോഴുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ബിസിനസ് ദൈവം തുറന്നു കൊടുത്തു. ആ ബിസിനസ്സിനെ വളരെ കാര്യക്ഷമമായി പരിശുദ്ധാത്മ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ രീതിയിൽ ബിസിനസ് പോവുകയാണെങ്കിൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ എൻ്റെ കടബാധ്യതയൊക്കെ മാറ്റി ഒരു സുസ്ഥിതിയിലേക്ക് വരാൻ കർത്താവിനെ കഴിയും. എൻ്റെ കർത്താവ് അതിന് കൃപ തരും. ഹല്ലേലൂയ. വെറുപ്പിലും വൈരാഗ്യത്തിലായിരിക്കുന്ന ആത്മാക്കളെ കൃപ ലഭിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് അഭിഷേകം സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസിലെ വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത് എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 31-32 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. നിരുപാധികം ക്ഷമിക്കുക. ഇവിടെ സ്തെഫാനോസ് ആദിമ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അപ്പോസ്തല പ്രവർത്തനം 7:60 പറയാണ്, തന്നെ കല്ലെറിഞ്ഞ് അതുപോലെ പീഡിപ്പിച്ച, മാനസികവും ശാരീരികമായി തന്നെ അതുപോലെ ദ്രോഹിച്ച ആ മനുഷ്യരെ നോക്കി സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. നിരുപാധികം തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ച് സ്നേഹിക്കുകയാണ്. സഹോദരങ്ങളെ, അവിടെയാണ് അഭിഷേകം ഇറങ്ങുന്നത്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്ക് ഈ കൃപയിലേക്ക് വരാം. ഇന്ന് രാത്രി തീരുമാനം എടുക്കുക. പക മാറ്റി, മത്സര്യം മാറ്റി, പിടിവാശി മാറ്റി, മർക്കടമുഷ്ടി മാറ്റി, നിരുപാധികം ക്ഷമിക്കുക, എളിമപ്പെട്. ദൈവം പ്രവർത്തിക്കും. സഹായം ദൈവത്തിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത്. മനുഷ്യരുടെ സഹായങ്ങൾക്ക് ഒരുപാട് ലിമിറ്റുണ്ട്, ഒത്തിരി ലിമിറ്റുണ്ട്. കർത്താവിന്റെ സഹായം അൺലിമിറ്റഡ് ആണ്. നോ ലിമിറ്റ്, അൺലിമിറ്റഡ് ആണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന സഹായം വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. നിരുപാധികം ക്ഷമിക്കണം. 4-മത്തൊരു തലമാണ് സഹോദരങ്ങളെ, സകല പാപങ്ങളെയും എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും നമ്മൾ പൂർണ്ണമായും എല്ലാ പാപങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ മദ്യപിച്ച്, നമ്മൾ പുകവലിച്ച്, ജഡിക പാപങ്ങൾ ചെയ്ത്, നമ്മൾ അശുദ്ധിയിൽ ജീവിച്ച്, തെറ്റായ ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ജീവിച്ച്, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടും നമ്മൾ ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടും നമ്മൾ വചനം വായിച്ചത് കൊണ്ടും വചനം കേട്ടത് കൊണ്ടും കാര്യമില്ല സഹോദരങ്ങളെ. നിന്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി അത് തടയും. പാപമുള്ളിടത്ത് പരിശുദ്ധാത്മാവല്ല, പിശാചിന്റെ സാന്നിധ്യമാണ്. പാപമുള്ള കുടുംബങ്ങളിൽ അഭിഷേകം വെളിപ്പെടില്ല, അഭിഷേകം ഇറങ്ങില്ല. ഒരു സംശയം വേണ്ട. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നു കൂടുന്നത് പോലെ പാപം വസിക്കുന്നിടത്ത് തിന്മ പെരുകും, അവിടെ തകർച്ചകൾ പെരുകും, അവിടെ ക്ഷയം സംഭവിക്കും, നാശങ്ങൾ ഉണ്ടാകും, വിനാശങ്ങൾ ഉണ്ടാകും. നിനക്ക് ഡെലിവറൻസ് വേണോ? അഭിഷേകം വേണോ? ദൈവകൃപ വേണോ? പുതുവാതിലുകൾ തുറക്കപ്പെടണോ? സഹോദരങ്ങളെ, സകല പാപങ്ങളെയും കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി ഉപേക്ഷിക്കണം. നമ്മൾ വിശുദ്ധിയുടെ ആത്മാവിലാവണം. നമ്മൾ വിശുദ്ധിയുള്ള ജീവിതങ്ങളാകണം, വിശുദ്ധിയുള്ള കുടുംബങ്ങളാകണം. അവരിൽ അത്ഭുതങ്ങളെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾക്ക്, ഉന്നതിക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉള്ള ചില മോതിരങ്ങൾ, മുദ്രമോതിരങ്ങള്, ചില എന്താ പറയാ, ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ചില കല്ലുകള്, കല്ലുമാലകള്, കല്ലുമോതിരങ്ങള്, അതൊക്കെ പൈശാചികമാണ് സഹോദരങ്ങളെ. അതൊന്നും ക്രിസ്തീയ വിശ്വാസമല്ല. അതൊക്കെ ദൈവവചനത്തിന് എതിരായിട്ടുള്ള ലംഘനങ്ങളാണ്, ഡിസൊബീഡിയൻസ് ആണ് കർത്താവിനോട്. അതൊന്നാം പ്രമാണ ലംഘനങ്ങളാണ്. മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയുള്ളവരാ, കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ, നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാ, നമ്മൾ അഭിഷേകത്തിന്റെ മുദ്രയുള്ളവരാ. സഹോദരങ്ങളെ, ഈ ഭാഗ്യക്കല്ലുകളും ഭാഗ്യ നക്ഷത്രങ്ങളും നോക്കി അത് അണിഞ്ഞു നടക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മള്. അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും, അത് കർത്താവിനെ നിന്ദിക്കുക നമ്മൾ ചെയ്യുന്നത്. അവിടെ കൃപ ഉണ്ടാവില്ല, അവിടെ അനുഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം
18, 19 വചനങ്ങൾ വേഗത്തിൽ വായിച്ച് നിങ്ങൾ ആ വചനം. എഫെസസ് പട്ടണത്തിൽ പൗലോസ്ലീഹ സുവിശേഷം പറഞ്ഞു. പരിശുദ്ധാത്മാവ് അനേകരുടെ ഹൃദയം തുറന്നു, മനസാന്തരം കൊടുത്തു, അനുതാപം ഉണ്ടായി, വിശ്വാസം അനേകർ സ്വീകരിച്ചു. പലരും വന്ന് തങ്ങളുടെ തെറ്റായ ജീവിതങ്ങള്, പാപ ജീവിതങ്ങള്, തങ്ങളുടെ പാപങ്ങള്, ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് അവർ കുറ്റം സംബന്ധിച്ചു. ദൈവസന്നിധിയിൽ ഒരു പാപമോചനം നേടുകയാണ്. ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദവും ആഭിചാര ക്രിയകളും അതുപോലെ തന്നെ കൂടോത്രമൊക്കെ നടത്തിയിരുന്ന അനേകം ആളുകള് തങ്ങൾ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അപ്പൊ വളരെ വളരെ എന്താ പറയാ, ഒത്തിരി സമ്പത്ത് അതിന് പുറകിൽ അവർ മുടക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ പൈശാചിക സ്വാധീനമാണ്, തിന്മയുടെ സ്വാധീനമാണ്. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഇതുപോലെ പൈശാചിക സ്വാധീനങ്ങളെ, തിന്മയുടെ സ്വാധീനങ്ങളെ, അന്ധകാര സ്വാധീനങ്ങൾ നീക്കം ചെയ്യണം. നമ്മളത് നീക്കം ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായി ശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിന്റെ അഭിഷേകത്തിനായി നമ്മൾ ശുദ്ധീകരിക്കണം. എന്തിനു വേണ്ടി? ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി, ഒരു ന്യൂ അനോയിന്റിംഗ്, ഒരു ന്യൂ പവർ, ഒരു ന്യൂ ഡെലിവറൻസ് നമ്മളിലേക്ക് പകരുവാൻ കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. അത് ശക്തങ്ങളാണ്, മൈറ്റി ഹാൻഡ്സ്. കർത്താവിന്റെ കരങ്ങള് ശക്തങ്ങളാണ്, ശക്തങ്ങളാണ്. സഹോദരങ്ങളെ വിശ്വസിക്കണം, സകല പാപങ്ങളെ ഉപേക്ഷിക്കണം, പൈശാചിക സ്വാധീനങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നോ എൻട്രി ബോർഡ് കാണണം. അത് നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്കെതിരെ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാം വചനം. പെട്ടെന്ന് വചനം വായിച്ച്. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താ? ജഡീകരായി, ലൗകികരായി ജീവിക്കുന്ന വ്യക്തികളുമായി കൂട്ടുചേർന്ന് നിങ്ങൾ പാപം ചെയ്യരുത്, നിങ്ങൾ നിങ്ങളെ അശുദ്ധമാക്കരുത്. അവരുമായി കൂടിച്ചേർന്ന് മദ്യപിക്കുക, കള്ളു കുടിക്കുക, അശുദ്ധ ഭാഷണങ്ങളിൽ ഏർപ്പെടുക, ജഡീകമായി ജീവിക്കുക, ജഡപാപങ്ങളിൽ വ്യാപരിക്കുക, കഞ്ചാവടിക്കുക, മയക്കമരുന്നടിക്കുക, ലോകത്തിന്റെ വെറിക്കൂത്തുകൾ അനുഭവിക്കുക, തുറന്ന് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. പറ്റില്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മ പറയുക, നിങ്ങൾ അത്തരത്തിലുള്ള സംസർഗങ്ങൾ അരുത്, അവിഹിത ബന്ധങ്ങൾ അരുത്, പാപകരമായ കൂട്ടുകെട്ടുകൾ നിങ്ങൾ കർത്താവിനെ പ്രതി, പരിശുദ്ധ വചനത്തെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറാകണം. 17-ാം വചനത്തിൽ വീണ്ടും ആത്മാവ് പറയുന്നു, 17-ാമത് ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുക പോലും അരുത്. ഓ, എന്നാ ഷാർപ്പ ദൈവത്തിന്റെ വചനം. This is the word of God. ഇത് കെട്ടുകഥകളല്ല, ഇത് കൽപ്പിത അനുഭവങ്ങളല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, ഇത് സത്യത്തിന്റെ വചനമാണ്. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ അവരെ വിട്ട് പിരിയുക. കാരണം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ എന്റെ ജനമാണ്, നിങ്ങൾ ഉടമ്പടിയുടെ ജനമാണ്. സഹോദരങ്ങളെ, പാപവുമായി കർത്താവിന് ഒരു ബന്ധവുമില്ല, ഒരു ഇടപാടുമില്ല. നോ കോംപ്രമൈസ്. ഈ ഒരു നിലപാട് നമുക്കുണ്ടാക്കണം, നമുക്ക് ഈ നിലപാടുണ്ടാകണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 39:2 അവിടെ വിശുദ്ധിയുള്ളൊരു മനുഷ്യനെ കാണാം, കൃപയുള്ളൊരു മനുഷ്യൻ, ആത്മാവിന്റെ അഭിഷേകമുള്ളൊരു മനുഷ്യൻ. അവന്റെ പേരെന്താണ്? ജോസഫ്, നമ്മുടെ പൂർവ്വ ജോസഫ്. എന്താണ് അവനെ പ്രതി കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്? ഉൽപ്പത്തി 39:2 കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. എല്ലാ കാര്യങ്ങളും തൊടുന്നത് മുഴുവൻ പൊന്നായി എന്ന് പറയില്ലേ, എല്ലാ കാര്യങ്ങളിലും അവന് അഭിവൃദ്ധി ഉണ്ടായി. സഹോദരങ്ങളെ, ഇതുപോലൊരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുണ്ടായി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ ഉണ്ടായാൽ, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടായാൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തുണ്ടായാൽ, വിശുദ്ധിയുള്ള കൃപയുള്ള ഒത്തിരി പേരൊന്നും വേണ്ട, കുറച്ചു പേര് മതി. അവരിലൂടെ പരിശുദ്ധാത്മന പ്രവർത്തനങ്ങൾ സംഭവിക്കും. അവരിലൂടെ കൃപയങ്ങ് ഒഴുകും, അഭിഷേകം അങ്ങ് വ്യാപരിക്കും. നിന്റെ തകർച്ചയുടെ കെട്ടുപൊട്ടും, നിന്റെ ബന്ധനത്തിന് മുഖങ്ങൾ ഒടിയും. നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക കോട്ടകൾ, ഇരുട്ടിന്റെ ശക്തികൾ തകർന്നു വീഴും. എപ്പോഴാ? നീ നിന്നെ ശുദ്ധീകരിക്കുമ്പോൾ, വിശുദ്ധിയുടെ ആത്മാവിൽ നീ ജീവിക്കുമ്പോൾ,
അത് തന്നെ ഒരു മിറാക്കിൾ, അത് തന്നെ ഒരു അത്ഭുതമാണ്. സഹോദരങ്ങളെ, ഇത് വിശ്വസിക്കാൻ പറ്റണം. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റും. റിസീവ് ചെയ്യണം. നിങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ വചനവും, ഈ വചനത്തിന്റെ കൃപയും നിങ്ങൾ വിശ്വാസത്തോടെ റിസീവ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളത് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല പാപങ്ങളെ വിട്ടുപേക്ഷിക്കുക. അഞ്ചാമതായി ഞാൻ പെട്ടെന്ന് പോവുകയെ സഹോദരങ്ങളെ, സാമ്പത്തിക തകർച്ചയുടെ ഈ കടക്കെണിയുടെ ഈ കടഭാരത്തിന് നടുവേ നിന്ന് മനം തുറന്ന് കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുക. ഹൃദയം തുറന്ന് നമ്മൾ അവിടുത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക. അവിടെ അത്ഭുതങ്ങളുണ്ട്. പിറുപിറുക്കും, പരാതി പറയും, കുറ്റപ്പെടുത്തലുകളും, മുറിപ്പെടുത്തുന്ന വാക്കുകളും, ശാപവാക്കുകളും പറഞ്ഞ് നീ സ്വയം കുരുക്കിലാവരുത്, നീ കുരുങ്ങിപ്പോവരുത്. സഹോദരങ്ങളെ, നന്ദിയുടെ വാക്കുകൾ, സ്തുതികൾ വരണം. തകർച്ചയുടെ നടുവിൽ ആ 3 ബാലകരെ അവരെന്താ ചെയ്തത്? ദാനിയേൽ പ്രവചനം 3:1 പറയുന്നില്ലേ, ആ കഠിനമായ തീച്ചൂളയുടെ മധ്യേ നിന്ന് അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ ദൈവത്തെ സ്തുതിച്ചു, അനവരതം സ്തുതിച്ചു. അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തീ ജ്വാലകളുടെ മധ്യേ നടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊരു എക്സ്പീരിയൻസ് ആയത്. യെസ്, ഇതാണ് ദൈവാനുഭവം. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർ പിറുപിറുക്കും, പരാതി പറയും, കുറ്റങ്ങൾ ആരോപിക്കും, ന്യായീകരണങ്ങൾ നടത്തും. ഇന്ന് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തകർച്ചയുടെ കാരണങ്ങൾ ഇതൊക്കെ സഹോദരങ്ങളെ. തകർച്ചയുടെ മധ്യേ, പ്രതിസന്ധിയുടെ മധ്യേ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെങ്കിലേ നിന്റെ മേൽ അഭിഷേകം വേണം. അതിനെ പറയുന്ന പേരാ ഗ്രേസ്, കൃപ. കൃപ, ദൈവത്തിന്റെ കൃപ. 26-ാം വചനം പറയാം, 3:26. എന്താ സംഭവിച്ചേ? ആ തീച്ചോളയിലേക്ക് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നു. അവൻ തീജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ഓ, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായ ദൈവപ്രവൃത്തി. ഇതൊക്കെ പ്രസംഗിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ല സഹോദരങ്ങളെ. തന്നെ ആശ്രയിച്ചവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് ചരിത്രത്തിൽ ഇടപെട്ട ചരിത്ര സത്യങ്ങളാ പരിശുദ്ധാത്മാവ് നമ്മോട് പങ്കുവെക്കുന്നത്. അല്ലാതെ ഇതൊക്കെ മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ കഥകൾ. ഇതൊരു കഥാപുസ്തകമല്ല. ജീവനുള്ള ദൈവത്തിന്റെ ഇത് മുഴുവൻ തീയാ. തീ, എന്റെ വചനം തീ പോലെയും പറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. സഹോദരങ്ങളെ, വിശ്വസിക്കണം, സ്തുതിക്കണം. നമ്മള് ദൈവത്തെ സ്തുതിക്കുക. അപ്പോസ്തലപ്രവൃത്തി 16, 25, 26. കഠിനമായ തകർച്ചയിൽ, വലിയ പരിശോധനയുടെ മധ്യേ, കണ്ണുനീരിന്റെ നടുവിൽ, കഠിനമായ സഹനത്തിന്റെ തീച്ചൂളയിൽ പൗലോസ്ലീഗയും ശീലാസ് എന്ത് ചെയ്തു? അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. ചങ്ങല പൊട്ടാനല്ല, രക്ഷപ്പെടാൻ വേണ്ടിയല്ല. അവരെ എല്ലാ രാത്രികളും ഇതുപോലെ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ആ കാരാഗ്രഹത്തിൽ വന്നപ്പോഴും പതിവ് തെറ്റിച്ചില്ല. ആ ചങ്ങലകളിൽ കിടന്ന്, ആ കാരാഗ്രഹത്തിന് ദുർഗന്ധത്തിന് നടുവിൽ, ആ ഇരുട്ടറയിൽ, പരസ്പരം കാണാൻ പോലും പറ്റാത്ത അന്ധകാരം, അതിന്റെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തെ അവർ ഒരു മനസ്സോടെ സ്തുതിച്ചു, കർത്താവിന്റെ നാമം പ്രകീർത്തിച്ചു. അവർ ഒന്നിച്ച് അവിടുത്തെ ആരാധിച്ചു. സഹോദരങ്ങളെ, ആ സ്തുതി ആരാധനയുടെ മധ്യേ ആത്മാവിന്റെ ശക്തി ഇറങ്ങി. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ശക്തി ഇറങ്ങുകയാണ്. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, അടിത്തറ കുലുങ്ങി. ഭൂകമ്പം ഉണ്ടാകാനാണ് അവർ ശ്രദ്ധിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? പവർ ഓഫ് ഗോഡ്, ദൈവശക്തി ഇറങ്ങി. സഹോദരൻ, നിനക്കൊരു ഡെലിവറൻസ് വേണോ? നിന്റെ കടഭാരങ്ങളിലും നീ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അഭിഷേകം വേണോ? നീ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ്, ഭാര്യയെ കുറ്റം പറഞ്ഞ്, ഭർത്താവിനെ കുറ്റം പറഞ്ഞ്, മക്കളെ കുറ്റം പറഞ്ഞ്, സഹോദരങ്ങളെ കുറ്റം പറഞ്ഞ്, നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ ചതിച്ചവരെ, നിന്നെ ദ്രോഹിച്ചവരെ, നിന്നെ പറ്റിച്ചവരെ, ബോധപൂർവം നിന്നിൽ നിന്ന് സകല തട്ടിയെടുത്തവരെ കുറ്റം പറഞ്ഞ് നീ സമയം കളയരുത്. ഇതിന്റെ നടുവുണ്ട്, വേദനയുണ്ടെന്നേ. ആർക്ക വേദനയില്ലാത്ത? ഒത്തിരി വേദനയുണ്ടെന്ന്. ഈ വേദനയുടെ നടുവിൽ നിന്റെ കർത്താവിനെ ചങ്ക് തുറന്ന് സ്തുതിക്കാൻ പറ്റുമോ? നിനക്ക് അവന്റെ നാമം പ്രകീർത്തിക്കാൻ പറ്റൂ? സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ? അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ പറ്റുമോ? അതിന്റെ മധ്യേ ഡെലിവറൻസ് ഉണ്ട്. അവിടെയാണ് അഭിഷേകം ഇറങ്ങുന്നത്, അവിടെ അനോയിന്റിംഗ് ഇറങ്ങുന്നത്, അവിടെ പുതുവഴികൾ തുറക്കപ്പെടുന്നത്, അവിടെ ചില ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്. ഓ ജീസസ്,
ജീസസ്. ഈശോയെ. സ്തുതിക്കുന്നു, ആരാധന, സ്തുതിക്കുന്നു, ആരാധന, സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആറാമത് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാൻ ഞാൻ പറയുന്നില്ല. ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. മസിൽ പവറിലും നിന്റെ പൊളിറ്റിക്കൽ പവറിലും ഇപ്പൊ എല്ലാ പവറും പോയി. നമുക്ക് ഇതിലൊന്നല്ല ആശ്രയിക്കേണ്ടത്. നീ കർത്താവിൽ ആശ്രയിക്കേ. ആരെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർക്ക് നഷ്ടം വരില്ല. ഇത് വചന പറയുന്നത്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുന്നതാണ്. അവരെ നോക്കാൻ കർത്താവിന് പറ്റും. കർത്താവ് പൊട്ടനല്ല. അവൻ ഓൾ മൈറ്റി ആണ്, ഓൾ സഫിഷ്യന്റ് ആണ്. അവൻ സോവറിംഗ്, സർവാധിപനായ ദൈവമാണ്. എലിയോൻ, അത്യുന്നതനായ ദൈവമാണ്. സഹോദരങ്ങളെ, വിശ്വസിക്കണം, വിശ്വസിക്കണം. ഈ ഒരു എൻകൗണ്ടർ നമുക്ക് കർത്താവിനോട് ഉണ്ടാകും. ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നിന്റെ തകർച്ചയിൽ നീ ആത്മാവിനെ കുടുംബമായ അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് മുട്ടുമടക്ക്, ഒരുമിച്ച് മുട്ടുമടക്ക്, ഒരുമിച്ച് കരങ്ങൾ ഉയർത്ത്, ഒന്നിച്ച് നിങ്ങൾ ചങ്ക് തുറക്ക്. കർത്താവിനെ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. ദൈവത്തെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഒരു കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും. നാളെ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ കാണാം. അവസാനമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാവിന്റെ അഭിഷേകം, കർത്താവ് തരുന്ന ഡെലിവറൻസ് നമ്മൾ സ്വീകരിക്കുക, റിസീവ് ചെയ്യുക. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, നമ്മുടെ സഭയിലേക്ക് നമ്മൾ അതിനൊരു ഒരു 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 നീർച്ചാലാവുക. കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആവുക. നമ്മൾ ഒരു കൈവഴിയാകുക. സഹോദരങ്ങളെ, നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് തന്ന ഈ ആലോചന, ഇത് ആത്മാവിൻ്റെ മനസ്സാണ്. ഹോളി സ്പിരിറ്റ് തൻ്റെ മനസ്സ് നമുക്ക് കാണിച്ചു തരികയാണ് തൻ്റെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് എളിമപ്പെടാം. കണ്ണുനീരോടെ, ഹൃദയനുറുക്കത്തോടെ നമ്മളെ വിളിച്ച കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. സഹായം ദൈവത്തിൽ നിന്ന്, സഹായം മനുഷ്യരിൽ നിന്നല്ല. നീ ദുഃഖിക്കേണ്ടി വരും, നിനക്ക് നിരാശയുണ്ടാകും. നീ നോക്കേണ്ടത് കർത്താവിലേക്കാണ്. നിന്നെ വിളിച്ച കർത്താവിൽ ഒരിക്കലും വാക്കു പറഞ്ഞ് ചതിക്കില്ല നമ്മുടെ കർത്താവ്, വിശ്വസ്തനായ ദൈവം. സഹായം ദൈവത്തിൽ നിന്ന്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു, തുടർന്ന് വരുന്ന 2 ദിനങ്ങൾ നിങ്ങൾ ഒത്തിരി പേരോട് ഈ ശുശ്രൂഷ പങ്കുവെക്കണം. കാരണം ഈ നാളുകളിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ അയക്കുന്ന പോസ്റ്ററുകൾ, യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ ബന്ധുമിത്രങ്ങൾക്ക്, പരിചയക്കാർക്ക്, നമ്മുടെ സ്നേഹിതർക്ക് എല്ലാം അയച്ചു കൊടുക്കുക. അത് വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വേലയാണ്. നാളത്തെ ശുശ്രൂഷയിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. കാരണം സാമ്പത്തിക മണ്ഡലങ്ങളിൽ, കടക്കിണികളിൽ, ബാധ്യതകളിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്ന അസാധാരണമായ ചില വഴികളെക്കുറിച്ചാണ് നമ്മൾ വചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങൾ അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. ലൈവിലും ടെലിവിഷനിലും വീടുകളിലൊക്കെ ഇരുന്ന് നിങ്ങൾ അനേകർ ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. മറ്റൊരു കാര്യം, ഫെബ്രുവരി 10 മുതൽ മാർച്ച് 2 വരെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, നമ്മുടെ സഭയുടെ നവീകരണത്തിനും റിവൈവലിനും. കാരണം പരിശുദ്ധാത്മ സഭയുടെ ആത്മാവാണ്. ആത്മാവിൻ്റെ ഒരു ഉണർവ് സഭ മുഴുവനിലും ആഞ്ഞടിക്കണം. സഭയുടെ വൈദികരിൽ, സഭയുടെ സമർപ്പിതരിൽ, സഭയുടെ സന്യസ്തരിൽ, സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ യുവജനങ്ങളിൽ, സഭയുടെ ആത്മായ പ്രേക്ഷിതരിലെല്ലാം ഈ റിവൈവൽ ഫയർ, ആത്മാവിൻ്റെ ഒരു ഉണർവിൻ്റെ ഒരു തീ ഉണ്ടല്ലോ, ആ തീ കത്തണം. സഭ മുഴുവൻ അത് കത്തണം. റുഹായുടെ കാറ്റ് സഭ മുഴുവനിൽ ആഞ്ഞു വീശണം. അതിനുവേണ്ടി ദൈവജനമേ, നമ്മൾ സഭയ്ക്ക് വേണ്ടി 21 ദിനങ്ങൾ പ്രാർത്ഥനയിൽ, ഉപവാസത്തിലായിരിക്കാൻ പോവാണ്. നമ്മുടെ സഭാപിതാക്കന്മാരും കേരള സഭയിൽ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന ശ്രേഷ്ഠ അഭിഷിക്തന്മാരും ആത്മായ പ്രേക്ഷിതരുമാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കാൻ നിങ്ങളുടെ തീരുമാനങ്ങൾ, അതൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. വെറുതെ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തു പോകല്ല. ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ വരണം. കർത്താവിനോടും സഭയോടും നമുക്കൊരു സമർപ്പണ ബോധമുണ്ടാവണം, പ്രതിബദ്ധതയുണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ സമർപ്പണം അറിയിക്കുക. തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ഫാസ്റ്റ് ചെയ്യണം. ഇവിടെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ തീരുമാനങ്ങൾ അറിയിക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് മുതൽ നമുക്ക് നല്ല അടുത്തൊരുക്കത്തോടെ നമുക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കാം.